الله يجعل له مخرجا ويرزقه من حيث لا يحتسب. ആരെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന വർഷം അള്ളാഹു അവനൊരു പോംവഴി ഉണ്ടാക്കി കൊടുക്കുകയും അവൻ കണക്കാക്കാത്ത വിധത്തിൽ അവന് ഉപജീവനം നൽകുകയും ചെയ്യുന്നതാണ്. റബ്ബിനെ സൂക്ഷിക്കാൻ തയ്യാറായാൽ ആൾക്കാർക്ക് ഇപ്പൊ അതിന് തയ്യാറല്ല. ഞാൻ എന്റെ പടച്ചോനെ സൂക്ഷിച്ചാ പടച്ചോ എനിക്ക് ഞാൻ അറിയാത്ത മാർഗത്തിൽ ഒരു പോംവഴി ഉണ്ടാക്കി തരും. പടച്ചോനെ എന്റെ മോളെ കെട്ടിച്ചു പോകണം, ഒരു മാർഗവും ഇല്ല. ഓക്ക് അള്ളാഹു കൊടുത്തൊരു സൗന്ദര്യമുള്ളൂ, അതുമില്ല. പണമില്ല, നല്ല വിദ്യാഭ്യാസം ഇല്ല, എന്നാലോ നല്ല സംസ്കാരമുണ്ട്, ദീനുണ്ട്. എന്താ ചെയ്യാ റബ്ബേ? ഞാൻ എന്റെ റബ്ബിൽ ഏൽപ്പിച്ചു. പടച്ചോനെ എന്നെ പോംവഴി ഉണ്ടാക്കി കൊടുക്കും. നീ എല്ലാം ഉണ്ടായി എന്നിട്ട് കെട്ടിപ്പോണില്ല, അല്ലെങ്കിൽ എല്ലാം ഉണ്ടായി എന്നിട്ട് അനധികൃതമായ ബന്ധങ്ങളാ. കാരണം എന്താ? ഓൻ തവക്കുലാക്കിയതും ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതും തഖ്വയിലധിഷ്ഠിതമായി ജീവിക്കാതിരുന്നതും ഒക്കെ റബ്ബിനെ പറ്റി കൃത്യമായി ബോധമില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ ആലോചിക്കും, ഈ വിഷയം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സർവ്വ വഞ്ചനകളാൽ നിറഞ്ഞൊരു ലോകമാണ് ഇന്നത്തെ കച്ചവടവും കൃഷിയും പുരയിടങ്ങളും പാർപ്പിടങ്ങളും സംവിധാനങ്ങളും ഒക്കെ. നമ്മുടെ ജീവിത മേഖല മുഴുവനും വൃത്തികേടുകളാൽ മലീമസമാണ്. ചൂഷണങ്ങൾ ഇവരുടെയൊക്കെ മാനസികാവസ്ഥ എന്താ? പലരും പറയും എന്താ പറയുക, നിവൃത്തില്ലായ്മ കൊണ്ട് എന്നാ പറയും. നിവൃത്തില്ലായ്മ കൊണ്ട്. എന്തിനാ ഒരാളെ പറ്റിച്ച്? നിവൃത്തില്ലാത്തോണ്ട്. എനിക്ക് നിവൃത്തിയില്ലാത്തോണ്ട്. എന്തിനാ ഒരാളെ കൊന്നത്? എന്റെ നിവൃത്തിയില്ലായ്മ ഉണ്ട്. ആദം നബിന്റെ 2 പുത്രന്മാർ ഒരാളെ കൊന്നു. എന്തേ കൊന്നത്? അയാൾക്ക് നിവൃത്തിയില്ല, കൊല്ലാതെ നിവൃത്തിയില്ല. എന്റെ ബലി സ്വീകരിച്ചു, അയാളെ ബലി സ്വീകരിച്ചില്ല. എന്റെ ഉള്ളിൽ പക, അസൂയ, എന്റെ ഉള്ളിൽ എന്റെ ആഗ്രഹങ്ങൾ നിറവേറാത്തതിൽ, എന്നെ പരിഗണിക്കപ്പെടാത്തതിൽ എനിക്കുള്ള പ്രശ്നം എല്ലായിടത്തും ഉണ്ട്. ജ്യേഷ്ഠനും അനുജനിടയിൽ, ഭാര്യക്കും ഭർത്താവിനിടയിൽ, രക്ഷിതാക്കൾക്കും മക്കൾക്കുമിടയിൽ, അയൽവാസിക്കുമിടയിൽ, കൂട്ടുകാരനുമിടയിൽ, എല്ലായിടങ്ങളിലും ഈ പ്രശ്നമുണ്ട്. വഞ്ചനകളും ചൂഷണങ്ങളും. അവിടെയൊക്കെ മാനസികാവസ്ഥ എന്താ? നിവൃത്തിയില്ലാത്തോണ്ട്. എന്റെ പൊരയില് ഞാൻ എന്റെ വീട്ടില് ഒരു സ്ത്രീ കറി മുറിച്ച് മീൻ മുറിച്ച് കൃത്യമായി വെടിപ്പാക്കി വെച്ചതിന്റെ ബാക്കി ആ വെള്ളല്ലേ, അത് അപ്പുറത്തെ പൊരയില് അവിടെ ഒരു സൈഡിൽ കൊണ്ടുപോയി കൊട്ടി. ആളുകൾ പറഞ്ഞു, മോശല്ലേ പെണ്ണെ, ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? നിന്റെ അയൽവാസിയല്ലേ. നിവൃത്തിയില്ലാത്തോണ്ടാ. എന്താ നിവൃത്തിയില്ലാത്ത? ഓടുന്നല തലേന്ന് ഇങ്ങോട്ട് ഇറച്ചിന്റെ വേസ്റ്റ് ഇട്ടത്. അപ്പൊ എന്നാ അങ്ങോട്ട് ഇടാൻ നിവൃത്തിയില്ല. തമ്മാടിത്തം പ്രവർത്തിക്കണം, നിവൃത്തിയില്ല. നിവൃത്തികേട്, എല്ലാ തോന്നിവാസം. ഒരാളോട് വീടി വലിക്കണ ഒരാൾ പറഞ്ഞാൽ പൊന്നാബീബി ഒന്ന് നിർത്തിക്കാളി, നല്ലതല്ല, ഇസ്ലാമിക വിരുദ്ധാണ്, എല്ലാ അർത്ഥത്തിലും നിനക്കത് എതിരാണ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ? നിവൃത്തിയില്ല, ശീലിച്ചു പോയി, ഇനി മാറ്റാനാവൂല. എല്ലാവർക്കും ഉള്ളതാ ഈ നിവൃത്തിയില്ല. ക്രമേണ അതൊരു ശീലമായി മാറും. ഒരു നാട്ടു നടപ്പുന്നത് പോലെ പറ്റിക്കലൊരു നാട്ടു നടപ്പാകും, തട്ടിപ്പൊരു നാട്ടു നടപ്പാകും, ഒരാളെ വഞ്ചിക്കലൊരു നാട്ടു നടപ്പാകും, സ്വന്തം ഭാര്യയോട് മോശമായി പെരുമാറലൊരു നാട്ടു നടപ്പാകും, സ്വന്തം മാതാപിതാക്കളെ ധിക്കരിക്കലൊരു നാട്ടു നടപ്പാകും. ഒരു നാട്ടു നടപ്പായതങ്ങ് മാറിപ്പോയി. ഏറെ സങ്കടം തരും. ഇവരൊക്കെ അള്ളാഹുൽ വിശ്വസിക്കുന്നവരാന്നുള്ള ഏറ്റവും വലിയ രസം. തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന ഭൂരിപക്ഷ ആൾക്കാരും ദൈവവിശ്വാസികളാ. അത് ഹൈന്ദവ സുഹൃത്തുക്കളായാലും ക്രൈസ്തവ സുഹൃത്തുക്കളായാലും ജൂതരായാലും മുസ്ലിങ്ങളായാലും ഒക്കെ. ഒരു മുസ്ലിം ഒരു ഹിന്ദുവിനെ പറ്റിച്ചു, രണ്ടാൾ ദൈവവിശ്വാസിയ. എന്താ പോലെ ദൈവവിശ്വാസത്തിന്റെ മാനദണ്ഡം? ഒരു ക്രിസ്ത്യാനി ഒരു ഹിന്ദുവിനെ പറ്റിച്ചു, രണ്ടാളും ദൈവവിശ്വാസിയ. എന്താ ഈ പറ്റിക്കുന്നിടത്തുള്ള മാനദണ്ഡം? മതം മാറിയ ഓനെ പറ്റിക്കാന്നാ? മതം മാറിയ പറ്റിക്കാന്നാ? സംഘടന മാറിയ പറ്റിക്കാന്നാ? ഒരു സുന്നി ഒരു മുജാഹിദിനെ പറ്റിച്ചു, അല്ലൊരു മുജാഹിദ് ഒരു സുന്നിനെ പറ്റിച്ചു. എന്താ? സംഘടന മാറിയ പറ്റിക്കാന്നാ? അങ്ങനെയുണ്ട്. എങ്ങനെയുണ്ട്? ഒരു മുജാഹിദ് പള്ളിന്റെ മുന്നിൽ വെച്ചിട്ട് ഒരാൾ കല്ലെടുത്തെറിഞ്ഞപ്പോ കയ്യോടെ പിടിച്ചു. ചോദിച്ചപ്പോ പറഞ്ഞു അത് മുജാഹിദ് പള്ളിയാണെന്ന്. മുജാഹിദ് പള്ളിയാകുമ്പോ കല്ലെടുത്തെറിയാന്നാ? അങ്ങനെ ഒരു ഫത്വ ഉണ്ടോ? അപ്പൊ എന്തേ ഇവിടെ മാനദണ്ഡം? എന്തേ അങ്ങനെ ഓരോരുത്തർ ഉണ്ടാക്കണേ? എല്ലാവരും ദൈവവിശ്വാസികൾ, എല്ലാവരും പടച്ചോനിൽ വിശ്വസിക്കുന്നവർ. ഏറെ ആശ്ചര്യം എന്താ അറിയോ? കൂട്ടത്തില് നമസ്കാരക്കാരാണ്. എല്ലാരും നിസ്കരിക്കുന്നവർ, 5 നേരം നിസ്കരിക്കുന്നവർ. എന്തിനാ നിസ്കാരം? ഓർക്കാൻ. ആരെ? അള്ളാനെ. എന്നിട്ടോ ഇവിടെ പറ്റിക്കല. 5 നേരം നിസ്കാരം. എന്റെ കൂടെ ദേ സൊഫിലിന്റെ അപ്പുറത്ത് നിസ്കരിച്ച ഒരാൾ, ഞാൻ കച്ചവടക്കാരനാ, അയാള് സാധാരണക്കാരനാ. അയാള് മഗ്‌രിബ് നിസ്കരിക്കുന്നതിന് മുമ്പ് എന്റെ കടയിൽ നിന്ന് സാധനം വാങ്ങിയതിൽ ലാഭത്തിനപ്പുറം അനധികൃതമായി 15 രൂപ ഞാൻ പറ്റിച്ചോനെ. 15 രൂപ
ചെറിയ സംഖ്യ 15 രൂപ ഞാൻ അയാളെ പറ്റിച്ചു. അയാൾ ഇശാ നിസ്കാരത്തിനുണ്ട്, ഞാൻ ഇശാ നിസ്കാരത്തിന് സുഫൂഫക്കും അടുപ്പിച്ചു വെച്ച് നിൽക്കണ ചങ്ങായി, കാലും ചുമലൊക്കെ അടുപ്പിച്ചു വെച്ച് ഓന്റെ 15 റുപ്യന്റെ അടുത്താ. അല്ലാഹു അക്ബർ. നെഞ്ചത്തന്നെ കയ്യും കെട്ടിയത്. എന്തായിരിക്കും പോന്റെ നിസ്കാരം? നിങ്ങൾ ആലോചിക്കണം, എന്താ പോന്റെ നിസ്കാരം, എന്താ ഓന്റെ ഭക്തി? ആരെ പറ്റിച്ചത്? ബനിയാ കൂടക്കണ സഹോദരനെ അല്ലേ? അതേപോലെ തൊട്ടപ്പുറത്തുള്ള ഒരാളെ പറ്റി പരദൂഷണം പറഞ്ഞു, ഇല്ലാത്തത് പറഞ്ഞു. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നൂർ കൃത്യമായി പറയാം, ആരെ പറ്റി പറയാൻ പാടില്ല, അറിയാത്ത പറയാൻ പാടില്ല, ഒരാളെ പറ്റിയും പറയാൻ പാടില്ല. അതിങ്ങനെ പറഞ്ഞുപോയി. നിസ്കരിച്ചിട്ടാ പറഞ്ഞത്, നിസ്കരിക്കുന്നതിന് മുമ്പാ പറഞ്ഞത്. നിസ്കരിക്കുമ്പോ രണ്ടാളും ഒപ്പം നിൽക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, രണ്ടാളും നിസ്കാരക്കാർ. എന്തായിരിക്കും പോന്റെ നിസ്കാരം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നിസ്കരിച്ചിട്ടും തിന്മയാണ് ചെയ്യുന്നതെങ്കിൽ പിന്നെന്ത് നിസ്കാരപ്പത്, പിന്നെന്ത് സക്കാത്തത്, പിന്നെന്ത് നോമ്പാത്, പിന്നെന്ത് ഉംറയത്, പിന്നെന്ത് ഹജ്ജാത്? ചില ഗ്രന്ഥങ്ങളൊക്കെയാണ് ഹാജിമാര് നാട്ടിൽ തിരിച്ചു വന്നാൽ അവർ ചെയ്യേണ്ടതാണ്. റജഅൽ ഹാജി, തിരിച്ചു വന്ന ഹാജി നാട്ടിൽ വന്നാൽ ചെയ്യേണ്ട ശീലിക്കേണ്ട മര്യാദ എന്താ? ഹജ്ജ് ചെയ്ത് വന്നാള്, ഉംറയൊക്കെ ചെയ്ത് വന്നാള് നാട്ടിൽ വന്ന് എന്ത് ചെയ്യണം? ആദ്യം നിസ്കാരമല്ലോ, നിസ്കരിച്ച ആള് പിന്നെ അടുത്ത നിസ്കാരം വരുന്നതിന്റെ ഉള്ളിൽ എന്തൊക്കെ ചെയ്യണം? നിങ്ങളല്ലോ ആലോചിക്കണം. ഹജ്ജ് ചെയ്ത ഒരാൾ നാട്ടിൽ വന്നാൽ ആദ്യം ചെയ്യേണ്ട പരിപാടിയിൽ ഒന്നും തരുമോ? എന്താണ്? കഴിഞ്ഞ കാലഘട്ടത്തിലെ എല്ലാ ദുഷിച്ച വളിച്ച പുളിച്ച വൃത്തികെട്ട കൂട്ടുകെട്ടുകളും ഒഴിവാക്കണം ആദ്യം. നേരെ ചെല്ലണം, പിന്നെയും ചായക്കടയ്ക്ക ചായ മക്കാനിക്കനെ അസ്സലാമു അലൈക്കും, പിന്നെ പിറ്റേന്നാവുമ്പോ കേറി അതിന്റെ അടുത്ത് സ്വന്തം കൂടിയായി, പിന്നെ പഴയ പോണുമ്പോ ഉള്ള അയമല്ലാക്കനായി. ഇപ്പോഴും പോകുമ്പോഴുള്ള അയമതാക്കി കൂടെ രാജി മാത്രം ഫിറ്റ് ചെയ്തു, ഒരു ഹാജി മാത്രം. ഹാജി എന്ന് പറഞ്ഞാൽ ആദ്യം അഹമ്മദാക്ക പരദൂഷണക്കാരൻ, ഇപ്പോ അഹമ്മദ് ഹാജി പരദൂഷണക്കാരൻ. ഹാജിയും കൂടി ഒരു സർട്ടിഫിക്കറ്റും കൂടി കിട്ടിയിട്ടും മൂപ്പര് പരദൂഷണക്കാരൻ. ഞാൻ ചോദിക്കണേ, എന്തിനാണിത്? എന്തേ അങ്ങനെ സംഭവിച്ചു? ഇത് ഈ ജാതി ദുഷിച്ച വളിച്ച പുളിച്ച വൃത്തികെട്ട സർവ്വതമ്മാടിത്തങ്ങളും ജീവിതത്തിൽ ആരാധന നിർവഹിച്ചു കൊണ്ടിരിക്കെ തന്നെ കടന്നു വരുന്നുവെങ്കിൽ പിന്നെന്ത് നമസ്കാരം, പിന്നെന്ത് നോമ്പ്, പിന്നെന്ത് സക്കാത്ത്, പിന്നെന്ത് ഹജ്ജ്, പിന്നെന്ത് സ്വർഗപ്രവർത്തനം? മനുഷ്യരെ ഒരാളോടും പടച്ചറബ് തൃപ്തിപ്പെടാത്ത ഒരു പ്രവൃത്തി, ഒരു വാക്ക് ഇല്ല, പാടില്ലെന്ന് ദീനുൽ ഇസ്ലാം. അതുകൊണ്ട് തന്നെ നമ്മൾ നിർവഹിക്കുന്ന ആരാധനാ കർമ്മങ്ങളുടെ മഹത്വം നമുക്ക് ബോധ്യാകണം, അതിന് ജീവൻ ഉണ്ടാകണം, ആത്മാവുണ്ടാകണം. അപ്പോഴേ അത് നമ്മെ ശുദ്ധീകരിക്കൂ. നിസ്കരിച്ചിട്ട് ശുദ്ധിയാകാത്ത, നോമ്പ് നോറ്റിട്ട് ശുദ്ധിയാകാത്ത, സക്കാത്ത് കൊടുത്തിട്ട് ശുദ്ധിയാകാത്ത, ഹജ്ജ് ചെയ്തിട്ട് ശുദ്ധിയാകാത്ത, ഇപ്പോഴും മനസ്സ് മലിനമായി പോയ, സ്വർഗരാജ്യത്തിന്റെ അനന്തരമെടുക്കാൻ കഴിവില്ലാത്ത, യോഗ്യതയില്ലാത്ത ധാരാളക്കണക്കിന് ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുന്ന മുസ്ലിം മക്കൾ ജീവിക്കുന്ന ലോകത്താണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നത്. നിസ്കാരം സ്വർഗത്തേക്ക് പറഞ്ഞയച്ചാണല്ലോ ഉദാവധിയില്ല, നോമ്പ് സ്വർഗത്തേക്ക് പോയില്ല, ഹജ്ജ് സ്വർഗത്ത് പോയില്ല, ഒന്നും സ്വർഗത്ത് പോയില്ല. എവിടെ കൊണ്ടേതൊക്കെ ഒക്കെ ദുനിയാവിൽ. ഒരു മെച്ചം നിങ്ങളുടെ മനസ്സിലുണ്ടാകാൻ വേണ്ടിയാണ്. ഒരു പക്ഷേ വിട്ടേച്ചാൽ മറന്നുപോയാലും നിൽക്കാൻ ഞാൻ പെട്ടെന്ന് സൂചിപ്പിച്ചു. ഇതിന്റെയൊക്കെ കാരണം അറിയാം, ജഹലാണ്, അറിവില്ല. ഞാൻ എപ്പോഴും സാധാരണ പറയുന്നുണ്ട്, അറിവില്ല എന്നുള്ള അറിവുണ്ട്, അതുമില്ല. ശിർക്കും കുഫറും ബിദ്അത്തുകളും തമ്മാടിത്തങ്ങളിലൊക്കെ മനുഷ്യൻ കൂപ്പുകുത്താനുള്ള അടിസ്ഥാന കാരണം എന്തറിയോ? ജഹലാണ്. അതിന്റെ ഏക പരിഹാരം എന്താ? പഠിക്കുക എന്നുള്ളതാണ്. ജഹല് പരിഹരിക്കാനുള്ള ഏക മാർഗം എന്താ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബി, മഹാനായ ഖുർആൻ പണ്ഡിതൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു പോയൊരു വാക്ക് കേൾക്കണ്ടേ? ഓദു ആലിമ ഔ മുതഅല്ലിമൻ ഔ മുസ്തമിഅ ഫലാ തകുർ റാബിഅ ഫതഹ്ലക. നീ ഒരു പണ്ഡിതനാവണേ, അല്ലെങ്കിൽ ഒരു പഠിതാവാകണേ, അല്ലെങ്കിൽ ഒരു ശ്രോതാവായി പ്രയാണം നടത്തണേ, അങ്ങനെ ജീവിക്കണേ. ഇതിൽ മൂന്നിലൊരാളായി. ഒരിക്കലും നാലാമൻ നീയാകരുതേ. ഫതഹ്ലക, അപ്പോ നീ പഴച്ചു പോകും, നശിച്ചു പോകും. ആരാകണേ? നാലാമനാരാ? ജാഹില്, ഒരു വിവരമില്ലാത്ത. അങ്ങനെ ആകരുത്. ഒന്ന് പണ്ഡിതനാകാൻ ശ്രമിക്കുക, പക്ഷെ ആലിമായിട്ട് ലാലിമും കൂടി ആയാലോ അത് വലിയ അപകടം. ഇന്നിപ്പോ എന്താ അറിയോ, നമ്മുടെ സമൂഹത്തിൽ നല്ല ആലിമ്യങ്ങളുണ്ട്, അതിനനുസരിച്ച് ഓൽക്കൊക്കെ ലാലിമുണ്ട്. ഇൽമും ദുൽമും കൂടി ഒരാൾ ചേർന്നാൽ ഉണ്ടാകുന്ന അപകടമാണ് നിലവിലുള്ള ചില പ്രശ്നങ്ങളിലൊക്കെ നമ്മൾ സമീപിച്ചു. നല്ല ഇൽമുണ്ടാവും, മാഷാ അല്ലാഹ്, ആയത്തും തഫ്സീറും ഇബാറത്തൊക്കെ കൃത്യമായിട്ട് കാണാപ്പാടം വയ്ക്കും.
അത് സ്ഥാപിക്കാനും കഴിയും. പക്ഷെ അതിനനുസരിച്ച് ഹൃദയത്തിന്റെ പകുതി ലുൽമായിട്ട് ജീവിച്ചാലോ അത് വലിയ അപകടം. ആ ലുൽമാണ് ഒരുപാട് തൗഹീദി പ്രവർത്തകരെ രണ്ടാക്കിയത്. ആ ലുൽമ. ഇനി ആ ലുൽമായിട്ട് ആരും ജീവിക്കരുത് ലോകത്ത്. ഇനി ആ ലുൽമായിട്ട് ആരും വരും ചെയ്യരുത്. മാത്രമല്ല, നമ്മുടെ ഇബാദത്തുകൾക്കൊക്കെ ഖുശൂഅ് വേണമെങ്കിൽ, ഒരു ഭക്തി വേണമെങ്കിൽ, പടച്ചോനെ അറിയണമെങ്കിൽ, അറിഞ്ഞ് നിസ്കരിക്കണമെങ്കിൽ, അറിഞ്ഞ് നോമ്പോൽക്കണമെങ്കിൽ, അറിഞ്ഞ് ഹജ്ജ് ചെയ്യണമെങ്കിൽ, മനസ്സറിഞ്ഞ് ജീവിക്കാനാകണമെങ്കിൽ ആ വിഷയത്തിൽ അറിവ് വേണം. അല്ലാഹ് പറഞ്ഞില്ലേ, ഇന്നമാ യഖ്ശല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ. അള്ളാഹനെ ഭയപ്പെടുന്നത് അറിവുള്ളവര് മാത്രമാണ്. ആലിമീങ്ങൾ, പണ്ഡിതന്മാർ. ഏത് പണ്ഡിതന്മാര്? നേരത്തെ പറഞ്ഞ പണ്ഡിതന്മാരല്ല, തീരെ പരിചയമില്ലാത്തവർക്ക്, അള്ളാഹിനെ പറ്റി ഒരു പേടിയില്ലാത്തവർക്ക്, പച്ച നോണ, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥന എന്ന് വിശ്വസിക്കണം. നമ്മളെ പറ്റി പച്ച നോണ. അല്ലടോ, നിങ്ങൾക്ക് അള്ളാഹ് ഇല്ലാത്തവരോടും പ്രാർത്ഥിക്കാന്നുള്ള വാദമുണ്ട്, പച്ച നോണ ഇല്ലേ? ആൾക്കാര് പറയില്ലത്. ആൾക്കാരങ്ങനെ പറയുന്നുണ്ട്, ചിലരൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. ആ പറച്ചില് മഹാ അബദ്ധാണ്, അപകടമാണ്. അതൊരു പണ്ഡിതൻ പറയുകയാണെങ്കിലോ അയാൾക്ക് അള്ളാഹിനെ പറ്റി എന്ത് പേടിയുള്ളത്? അത് അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, ഖിയാമത്ത് നാളാകുമ്പോ കടന്നു വരാനിരിക്കുന്ന ചില ആളുകളെ പറ്റി വിശുദ്ധ ഖുർആനിലെ സൂറത്ത് തൗബയിൽ വിശദീകരിച്ച പണ്ഡിത പുരോഹിതന്മാർ, ജനങ്ങളുടെ മുതലുകൾ അന്യായമായി തിന്നുന്ന പണ്ഡിത പുരോഹിതന്മാർ, ആ വകുപ്പിൽപ്പെട്ട ആൾക്കാരവർ. എന്നാൽ അള്ളാഹ് പഠിപ്പിച്ച ആലിമുകൾ, ഇന്നമാ യഖ്ശല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ, 35-ാം അധ്യായം സൂറത്ത് ഫാത്തിർ 28-ാമത്തെ വാചകം. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം, റബ്ബി സിദ്നി ഇൽമ. എന്തിനത്? സ്വർഗത്തിന്റെ ആളാകാൻ നമുക്ക് ഇൽമു വേണം. സ്വർഗത്തിന്റെ ആളാകാൻ നമുക്ക് അമല് വേണം. സ്വർഗത്തിന്റെ ആളാകാൻ തെമ്മാടിത്തങ്ങൾ അകന്നു നിൽക്കണം. ലളിതമാണ്, സമയം കുറവായതുകൊണ്ട്. എന്നാൽ ജീവിതത്തിന്റെ മേഖലകളെ പരമാവധി ഉപയോഗപ്പെടുത്താൻ ഒരു വിശ്വാസം ശ്രദ്ധിക്കുന്നു. ഹിദായത്തിന്റെ മാർഗത്തിലൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു പോയ ഒരാൾ ശ്രദ്ധിക്കുന്നു. സ്വർഗം വേണമെന്ന് ആഗ്രഹിച്ച ഒരാൾ ശ്രദ്ധിച്ചു പോണോ? അതോടൊപ്പം തന്നെ പാപങ്ങളെ അങ്ങ് വെടിയാനും ഒക്കെ നിങ്ങൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ പ്രഭാതം മുതൽ ഉണർന്നെണീറ്റത് മുതൽ ഉറങ്ങുന്നത് വരെ റബ്ബ് തൃപ്തിപ്പെട്ട മാർഗത്തിലാക്കാൻ അയാൾ പരിശ്രമിച്ചു പോണേ. പ്രാർത്ഥനകളായി, നിർബന്ധവും ഐച്ഛികവുമായ കർമ്മങ്ങളായി, ദാനധർമ്മങ്ങളായി, ദീനിന്റെ പഠനവും പ്രബോധനവുമായി, ദീനിന്റെ പഠനവും പകർത്തലും പ്രബോധനവുമായി, അങ്ങനെ അള്ളാഹു തൃപ്തിപ്പെട്ടൊരു മാർഗത്തിലൂടെ ജീവിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന വിശ്വാസി സമുദായം അവർ വളരെ കുറച്ച് അപരിചിതം. അതോടൊപ്പം തന്നെ എന്താ പറയാ, ഒരു വശത്ത് അവർ റബ്ബിന്റെ പ്രവാചകൻ ഓതി കേൾപ്പിച്ച വിശുദ്ധ ഖുർആൻ, അതിന്റെ വ്യാഖ്യാനമായ റസൂലുള്ളാഹിയുടെ സുന്നത്ത്, അത് പഠിക്കാനും അത് പകർത്താനും ശ്രമിക്കും. അതിൽ ചെയ്യേണ്ടത് അവര് മുമ്പിലുണ്ടാവും, പാടില്ലാത്തത് അവരെ മുമ്പിലുണ്ടാകും. ഭയപ്പെടേണ്ട തിന്മകളൊക്കെ അവർ കരുതിയിരിക്കും. അവരുടെ ഉള്ളിൽ ശിർക്ക് വരൂല, അവരിൽ ബിദ്അത്ത് കടന്നു വരാതിരിക്കാൻ അവർ ശ്രദ്ധിക്കും, അവരിൽ നിഫാഖ് വരാതിരിക്കാൻ ശ്രദ്ധിക്കും, അവരിൽ ഹസദ് വരാതിരിക്കാൻ ശ്രദ്ധിക്കും. ഇന്ന് എല്ലാ അർത്ഥത്തിലും തിന്മകൾ പെരുകുന്നതിന്റെ പുറകിൽ, ഒരു പണ്ഡിതനെ കാഫിറാക്കുന്നതിന്റെ പുറകിൽ, ഒരു പണ്ഡിതൻ മറ്റൊരു പണ്ഡിതനെതിരെ ആരോപണം ഉന്നയിക്കുന്നതിന് പുറകിൽ അടിസ്ഥാനപരമായി ഹസദിന് പങ്കുണ്ട്, അസൂയക്ക് പങ്കുണ്ട്. അത് ലോകാടിസ്ഥാനത്തിൽ ആധുനിക ലോകത്ത് നമ്മൾ കണ്ടുവരുന്നതാണ്. സലഫി ഉലമാക്കൾ ജീവിക്കുന്ന ലോകത്ത് വരെ ചില ആളുകളുടെ ചെയ്തികളും അവരുടെ അനന്തര ഫലങ്ങളും നമ്മൾ വായിക്കുന്നുണ്ട്. എവിടെ? ഈ ഒരു ഹസദിനാൽ. അതുപോലെ മറ്റ് ഹറാമുകൾ എക്സെട്രാ. ഇതുവരെ കേബിൾ വഴി, സംഗീതമായി, സിനിമയായി, റിയാലിറ്റി ഷോകളായി, മാമാസികളായി സ്വർഗത്തിൽ നിന്ന് മനുഷ്യനെ തടയുന്ന വൃത്തികെട്ട സർവ്വ പ്രവർത്തനങ്ങളുമായി ജീവിച്ചു പോണ ഒരു ജനത, ആ ജനതയിൽ നിന്ന് വ്യത്യസ്തമായി കേബിളില്ലാത്ത, ഡിഷ് ചാനലില്ലാത്ത, വൃത്തികേടില്ലാത്ത, സംഗീതമില്ലാത്ത, സിനിമയില്ലാത്ത, വൃത്തികേടുകളുടെ ഒരു ലോകവുമില്ലാത്ത വിശുദ്ധമായ മനസ്സിന്റെ, വിശുദ്ധമായ വാക്കിന്റെ, വിശുദ്ധമായ ചിന്തയുടെ, വിശുദ്ധമായ പ്രവർത്തനത്തിന്റെ ആൾക്കൂട്ടമായി റബ്ബിന്റെ മുന്നിലേക്ക് സദാ പ്രാർത്ഥിച്ച്, പടച്ചവൻ കബൂലാക്കപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ച്, പടച്ചവന്റെ പ്രവാചകൻ പഠിപ്പിച്ച അമലുകൾ മാത്രം പ്രവർത്തിച്ച് ബിദ്അത്തില്ലാത്തവരായി. അതൊരു വല്ലാത്ത വാക്ക്. ഒരു വശത്ത് നന്മ ചെയ്യും, സ്വർഗം ആഗ്രഹിക്കുന്നവർ, മറുവശത്ത് തിന്മയിൽ നിന്നവർ മാറി നിൽക്കും. ഇതൊരു പരിഹാരം. ഞാൻ നേരത്തെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പരിഹാരം. നമ്മൾ എങ്ങനെയാണോ
നേരത്തെ പറഞ്ഞതുപോലെ നിസ്കരിച്ചിട്ട് പറ്റിക്കുന്ന, നിസ്കരിച്ചിട്ട് ആളെ കൊല്ലുന്ന, നിസ്കരിച്ചിട്ട് വൃത്തികേട് കാണുന്ന, നിസ്കരിച്ചിട്ട് ഹറാമ് പറയണ, നിസ്കരിച്ചിട്ട് പരദൂഷണം പറയണ തനി തമ്മാടികളുടെ ലിസ്റ്റിലാണോ? അതല്ല റബ്ബിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ നിസ്കരിച്ചിട്ട് ആ നിസ്കാരത്തിന്റെ ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നിശ്ചയമായ നിസ്കാരം നീചമായ നികൃഷ്ടമായ കാര്യങ്ങളിൽ നിന്ന് അവനെ തടയും, നിസ്കരിച്ചവനെ തടയും എന്ന് ബോധ്യമായി ജീവിതത്തിൽ അതൊരു അനുഭവമായി എന്റെ നിസ്കാരം എന്നെ തമ്മാടിത്തങ്ങളും തടഞ്ഞ്, എന്റെ നിസ്കാരം എന്നെ വൃത്തികേടുകളിൽ തടഞ്ഞ്, എന്റെ നിസ്കാരം എന്നെ സ്വർഗത്തിന്റെ പടിവാതിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള ഒരു വലിയ ആശയമായി, ആദർശമായി, ഒരു ജീവിതമായി അങ്ങനെ ജീവിക്കുന്ന ഒരാളാണോ? അവിടെ അയാൾ ശ്രദ്ധിക്കുന്ന കുറെ ഗൗരവമായ കാര്യങ്ങൾ. അതിലൊന്നും ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ശിർക്കുണ്ടാവില്ല, ബിദ്അത്തുണ്ടാവില്ല. ഇത് രണ്ടും കൂടി സമയത്തിന്റെ കുറവുണ്ട്, രണ്ടും കൂടി ഒരുമിപ്പിച്ച് ഞാനൊരു കാര്യം പറയാം. ശിർക്കും ബിദ്അത്തും ഇല്ലാതിരിക്കാനുള്ള ശ്രദ്ധ വരുന്ന അങ്ങനെ ഉണ്ടാവും. ഞാൻ നേരത്തെ ഇശാ നിസ്കരിക്കാൻ വേണ്ടി നിർത്തുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ അറിയൂ? ഈ മാസം ഏതാ? ഖുർആനിൽ പ്രത്യേകിച്ചൊരു മഹത്വവും പഠിപ്പിച്ചിട്ടില്ലാത്ത റബീഉൽ അവ്വൽ. ഖുർആനിൽ പറഞ്ഞ 4 മാസത്തിൽ ഈ മാസമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പഠിപ്പിച്ച വിശുദ്ധ റമദാൻ എന്ന ലിസ്റ്റിലും ഇതില്ല. അപ്പൊ അള്ളാന്റെ ഖുർആനിലോ അത് വിശദീകരിച്ച ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലോ കൃത്യമായി പുണ്യമുണ്ടെന്ന് പറയപ്പെട്ടിട്ടില്ലാത്തൊരു മാസം അതാണ് റബീഉൽ അവ്വൽ. ആ റബീഉൽ അവ്വൽ വന്നാൽ എന്താ? ലോകത്ത് ചില പ്രത്യേകതകൾ. ഈ ഗ്രൗണ്ടിന്റെ അങ്ങേയറ്റത്ത് ഒരു ഫ്ലക്സ് ഉണ്ട്. ആ ഫ്ലക്സിൽ കാണാം നബിദിന ആശംസകൾ. ഏതാ മാസം? റബീഉൽ അവ്വൽ. അപ്പൊ റബീഉൽ അവ്വൽ വന്നാൽ ലോകത്ത് എന്താ ഉണ്ടാകല്? ലോകത്ത് ചിലയിടത്തൊക്കെ ഉണ്ടാകും നബിദിന ആശംസകൾ. നബിയുടെ നബിദിനം എന്നൊക്കെ പേരിൽ പ്രത്യേകമായ അനാചാരങ്ങൾ. വല്ലാത്തൊരു വാക്കത്. അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന ആളുകൾക്കൊക്കെ ആ വാക്കിനോട് വലിയ പ്രയാസം ഉണ്ടാവും. നിങ്ങൾ ശരിക്കും മുഴുവൻ കേൾക്കാം. ഒന്ന് അടിസ്ഥാനപരമായി നബിദിന ആഘോഷം ബിദ്അത്താണ്. അത് നിങ്ങളെ വകയില്ലേ? അല്ല, ഞാൻ പറഞ്ഞ രംഗക്ക്. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസത്തെ പറ്റി 3 അഭിപ്രായം. ക്രിസ്താബ്ദം 570 അല്ല, അതിന്റെ 15 കൊല്ലം മുമ്പാണെന്ന്. അതുമല്ല, അതിന്റെ 30 കൊല്ലം മുമ്പാണെന്ന്. ജനിച്ച മാസത്തെ പറ്റി 5 അഭിപ്രായം. സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ, റമദാൻ, അതേപോലെ റജബ്. 5 മാസം. ജനിച്ച മാസത്തെ പറ്റി 5 അഭിപ്രായം. ജനിച്ച ദിവസത്തെ പറ്റിയോ 7 അഭിപ്രായം. റബീഉൽ അവ്വൽ 2, 8, 12, 17, 19 അങ്ങനെ തുടങ്ങി 7ഓളം അഭിപ്രായം. അപ്പൊ നോക്കണേ, ഏത് ദിവസം ജനിച്ചതെന്ന് ഉറപ്പില്ല, ഏത് മാസം ജനിച്ചതെന്ന് ഉറപ്പില്ല, ഏത് കൊല്ല ജനിച്ചതെന്ന് ഉറപ്പില്ല. എവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 500 ചില്ലാനും പേജുകളുടെ ഒരു പുസ്തകം. അതിന്റെ 517, 18 പേജ് നമ്പർ. കക്കാട് മുഹമ്മദ് ഫൈസി, ലോകാനുഗ്രഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സംശയമില്ല, വാചകത്തിൽ ലോകത്തിന്റെ അനുഗ്രഹി, റഹ്മത്തുൽ ആലമീൻ, ഏറ്റവും ശറഫാക്കപ്പെട്ടവർ, സയ്യിദുൽ മുർസലീൻ. അള്ളാന്റെ റസൂലിന്റെ മദ്ഹ് ഇങ്ങനെ പറഞ്ഞ തീരൂല. ഏത് പറഞ്ഞാൽ മദ്ഹ് പറഞ്ഞ തീരൂല. മൗലൂദ് ഓതിയ തീരൂ. മദ്ഹു മൗലൂദ് ഒന്നല്ല. റസൂലുള്ളാഹിയുടെ ശറഫാക്കപ്പെട്ട ഹബീബിന്റെ മഹത്വം, പോരിശ, മദ്ഹ് അത് പറഞ്ഞ തീരൂല. ആയത്തുണ്ട് അതിന് തെളിവ്, ഹദീസ് ഉണ്ട് അതിന് തെളിവ്. ഏതിന്? മദ്ഹ് പറയാൻ, റസൂലുള്ളാഹിയുടെ മദ്ഹ് പറയാൻ ആയത്ത് തെളിവാണ്. പോയിന്റ് പറഞ്ഞുതരാം. 33-ാം അധ്യായം സൂറത്ത് അഹ്സാബ് 6-ാമത്തെ വാചകം, 9-ാം അധ്യായം സൂറത്ത് തൗബ 24-ാമത്തെ വാചകം, സ്വഹീഹുൽ ബുഖാരി 15-ാമത്തെ നമ്പർ ഹദീസ്, സ്വഹീഹുൽ ബുഖാരി 16-ാമത്തെ നമ്പർ ഹദീസ്, സ്വഹീഹുൽ ബുഖാരി 6632-ാമത്തെ നമ്പർ ഹദീസ്. എത്ര ഹദീസുകൾ, എത്ര ആയത്തുകൾ! 5 എണ്ണയില്ലേ? തെളിവായില്ലേ? ധാരാളം. എന്ത് പറയാൻ? മദ്ഹ് പറയാൻ, റസൂലുള്ളാഹിയുടെ മദ്ഹ് പറയാൻ. അതുകൊണ്ട് നമ്മളൊക്കെ എന്ത് ചെയ്യുന്നു? റസൂലുള്ളാഹിയുടെ മദ്ഹ് പറയുന്നു. പക്ഷെ നമ്മളാരും എന്ത് ചെയ്യുന്നില്ല? റസൂലുള്ളാഹിയുടെ പേരിൽ കെട്ടിയുണ്ടാക്കിയ മാലപ്പാട്ടുകൾ, മൗലൂദുകൾ, അത് നമ്മൾ പാടുന്നില്ല. എന്തുകൊണ്ട്? അത് ബിദ്അത്തായതുകൊണ്ട്. മദ്ഹ് ബിദ്അത്തല്ല, മൗലീദ് ബിദ്അത്താണ്. നല്ലോ ശ്രദ്ധിക്കണം. മുജാഹിദുകൾ മദ്ഹുള്ളവരാ, റസൂലുള്ളാഹിയെ മദ്ഹ് ചെയ്യണമെന്ന് പറയുന്നവരാ. ഒരു കാര്യം തുറന്നു പറയാം, അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കാത്തവർ,
അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കാത്തവർക്ക് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ഒരു സ്ഥാനവുമില്ല. 3 വട്ടന്റെ വക. 3 വട്ടം എന്നൊക്കെ പറയാൻ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. പാതിരാത്രി 12 മണിക്ക് വയലിന്റെ ഇടയിൽ നമ്മളെ കാഞ്ഞാറ് മുഹമ്മദ് ബാക്കിവി മറ്റേ ഔഷധ ബാക്കി ഒക്കെ പാടെ പിരിവ് നടത്തൂലേ, ലക്ഷങ്ങൾ കോടികൾ കച്ചവടം. അതിന്റെ ഇടയിൽ പിരിക്കുമ്പോ പറയില്ലേ 3 വട്ടം. അതെ, ആ 3 വട്ടം ഈമാനിന്റെ ഭാഗം, ഈമാനിന്റെ പൂർണ്ണത, വിശ്വാസത്തിന്റെ പൂർണ്ണത, വിശ്വാസത്തിന്റെ മാധുര്യം. സർവസ്വത്തെക്കാളും റസൂലുള്ളാഹിയോട് മഹബ്ബത്ത് വേണം. റസൂലുള്ളാഹി സ്വഹീഹ് മുസ്ലിമിൽ ഹദീസ്, ഓർമ്മ ശരിയാണെങ്കിൽ 607. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മുത്തുനബിയെ സ്നേഹിക്കാനും മുത്തുനബിയെ പിൻപറ്റാനും സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എപ്പോഴും നബിനെ പറ്റി പറയുമ്പോൾ സദസ്സിനോട് പറയും, നബിന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലാത്തവരായിട്ട് ആരും ഈ സദസ്സിൽ ഉണ്ടാകരുത്. ഇന്റെ മുമ്പിൽ ഇരിക്കണ പലരും സ്വലാത്തില്ലെന്നവരാ. പക്ഷെ പുറത്തുനിന്നൊക്കെ കേൾക്കുന്ന ആൾക്കാർ മുത്തുനബിന്റെ പേര് കേൾക്കുമ്പോൾ അത് മുജാഹിദീങ്ങളല്ലേ പറയുന്നത്, അതുകൊണ്ട് സ്വലാത്ത് ഇല്ലണ്ട എന്ന് വിചാരിക്കണ്ട. നബിന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവൻ പിശുക്കനാണെന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവൻ നബിന്റെ പേര് വെക്കുമ്പോൾ എന്ത് വേണം? സ്വലാത്ത് ചൊല്ലണം. അത് പ്രവാചക സ്നേഹത്തിന്റെ ഭാഗം കൂടിയാണ്. അതല്ല നമ്മുടെ മേലതൊരു ബാധ്യത കൂടിയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിന്റെ ഹബീബ് ജനിച്ച മാസവും ദിവസവും വർഷവും അഭിപ്രായ വ്യത്യാസമുണ്ട്. സ്വാഭാവികമായും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു എന്ന പേരിൽ ഈ നാട്ടിൽ വരെ, കേരളത്തിലും വ്യത്യസ്തമായി അറേബ്യൻ രാഷ്ട്രങ്ങളിലുമൊക്കെ എന്തുണ്ട്, പ്രത്യേകം ആ ദിവസങ്ങളിൽ മീലാദ് റാലികളും മീലാദ് ഘോഷയാത്രകളും മീലാദ് സംഗമങ്ങളും മീലാദ് സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് അതാത് രാഷ്ട്രങ്ങൾ. കുവൈത്തിലൊക്കെ ഗവൺമെന്റിന് വക അവധി. കുവൈത്തിൽ പല രാഷ്ട്രങ്ങളിലും, ഈ UAE-യിൽ, കാരണം അവിടെയൊക്കെ ഭരിക്കുന്നതിന് അങ്ങനത്തെ ആൾക്കാരാണ്. പ്രത്യേകം വരണം. പ്രത്യേകം കലണ്ടറിൽ അന്ന് എന്താ പറയാ അവധി ദിവസം, 2-3 ഒക്കെ അവധി ദിവസം ഇരിക്കട്ടെ. ഇല്ലാത്ത സൗദി അറേബ്യയിലും ഖത്തറിലൊക്കെ തന്നെ ഉള്ളൂ. ഖത്തറിലുണ്ടോന്ന് എനിക്കറിയില്ല, സൗദിയിലൊന്നുമില്ല. എന്തായാലും ഇസ്ലാമിൽ അതെന്തല്ല, ഒരു പുണ്യകർമ്മമല്ല, അത് തനിച്ച ബിദ്അത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൃപ്തിപ്പെടാത്തതാണ്. ഇതിന്റെ വകയല്ല. നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി 1-2 കാര്യം ഞാൻ പറഞ്ഞുതരാം. റസൂൽ ജനിച്ച ദിവസം എന്നാന്ന് ഒരു ഉറപ്പില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പുസ്തകത്തിൽ പോലും കക്കാട് മുഹമ്മദ് ഫൈസി പറഞ്ഞത് റബീഉൽ അവൽ 8-നാണെന്നതാണ് ഏകദേശം ഒരു പരിപൂർണ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം. ഉണ്ടെങ്കിൽ തന്നെ ഇന്ന് റബീഉൽ അവൽ 8-ന് ജനിച്ചിട്ടുണ്ടാവില്ല. എന്തായാലും ജനിച്ചിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്ത് റസൂൽ ലോകത്ത് ജനിച്ചിട്ടുണ്ട്. ജനിച്ച ദിവസവും മാസമൊക്കെ കൺഫ്യൂഷനാ. പക്ഷേ റബീഉൽ അവൽ 8-നാണെന്ന ഒരു അഭിപ്രായം, ഭൂരിപക്ഷ അഭിപ്രായം. മറ്റേതൊക്കെ ആളുകള് അംഗീകരിച്ചിട്ടില്ല, പ്രത്യേകിച്ച് 8-നാണെന്ന്. അതുകൊണ്ടാണ് ഇത് ഉണ്ടാക്കിയ മുളഫർ രാജാവ് 6-ാം നൂറ്റാണ്ടിന് ശേഷം, ഈ 6 നൂറ്റാണ്ട് കഴിഞ്ഞ് ഇത് ഉണ്ടാക്കിയ മുളഫർ രാജാവ് എന്ത് ചെയ്തറിയോ, ഒരു കൊല്ലം 8-ാമത്തെ ഹിജറ റബീഉൽ അവൽ 8-നാണെങ്കിൽ പിറ്റത്തെ കൊല്ലം മൂപ്പർ റബീഉൽ അവൽ 12-ന് മാറ്റി ചെയ്യുക. എന്തുകൊണ്ടറിയോ? ഉറപ്പില്ല. എന്നാ ഒരു കാര്യം ഉറപ്പാ, ആ റബീഉൽ അവൽ 12-നാണ് ലോകത്തിന്റെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് വഫാത്തായത്. ദുരന്തങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തം, വേദനകളിൽ വെച്ച് ഏറ്റവും വലിയ വേദന, വിഷമങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ വിഷമം, പ്രയാസത്തിൽ വെച്ച് ഏറ്റവും വലിയ പ്രയാസം. കണ്ണിൽ നിന്ന് കണ്ണുനീരിറ്റിയിട്ടല്ലാതെ മുത്ത് റസൂലിന്റെ അവസാന നിമിഷങ്ങൾ ഓർത്തുപോകാൻ നമുക്ക് കഴിയില്ല സഹോദരങ്ങൾ. വിശ്വാസിയുടെ ഹൃദയം പടച്ചു പോകും. അബൂബക്കർ റളിയല്ലാഹു അൻഹു വാളൂരി പിടിച്ചു കൊന്നുകളെന്ന് പറഞ്ഞു. 2 സന്ദർഭം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വാളൂരി പിടിച്ചു കൊന്നുകളെന്ന് പറഞ്ഞു. ആരാന്നറിയോ ഉമർ? മഹാനായ സഹാബി, റസൂലുള്ളാഹിയോട് ഏറെ മഹബത്ത് വെച്ച സഹാബി. പരിക്കം പ്രകൃതമായി പരിചയപ്പെടുത്തപ്പെടാറുണ്ടെങ്കിലും ഈമാനിന്റെ നിറകുടം നോക്കണേ. ഒരിക്കൽ പായെന്ന് ഇങ്ങനെ എണീറ്റ് വരെ റസൂൽ, ഈത്തപ്പന ഓലയുടെ പായ, ആ പായയുടെ ഓല അത് റസൂലുള്ളാഹി